ഒക്കെ പരുവപ്പെടുത്തി എടുത്തപ്പെട്ടതാണെന്ന് ഓർമ്മിപ്പിക്കാനുള്ള മാർഗമാണ്. ഞങ്ങളൊക്കെ പഠിച്ചു തുടങ്ങുമ്പോൾ ഇങ്ങനെ തന്നെയായിരുന്നു. ഞാൻ ജനിച്ചു വീഴുന്നത് മുതൽ ഒരു നല്ല പ്രായം വരെ വായനയിലൂടെ ഞാൻ സ്വയം പുതിയ ലോകങ്ങൾ കണ്ടുപിടിക്കുന്നത് വരെ, സ്വയം ചോദ്യം ചോദിക്കാൻ പ്രാപ്തയാകുന്നത് വരെ ഞാൻ വിശ്വസിച്ചിരുന്നത് ഇങ്ങനെ തന്നെയാണ്. ഈ പാട്രിയാർക്കിയുടെ ഏറ്റവും നല്ല ഉദാഹരണങ്ങൾ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ പാട്രിയാർക്കിയുടെ എല്ലാ നിയമങ്ങളും പാലിച്ച് എല്ലാവരെയും സന്തോഷിപ്പിച്ച് ഉത്തമ സ്ത്രീയായി അംഗീകാരം നേടി സായുജ്യം നേടണമെന്ന് ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു 3-4 വയസ്സ് മുതൽ തന്നെ എനിക്ക് മനസ്സിലായി ഇത് വലിയൊരു ഒരു കള്ളക്കെണിയാണിതെന്ന്. അപ്പം ഇത്തരം കുറേ കെണികളിലൂടെയാണ് ചേതന വൃഥ മല്ലിക് എന്ന് പറയുന്ന ഒരു സ്ത്രീ അവളുടെ സ്വത്വത്തെ തിരിച്ചറിയുന്നത് എന്നുള്ളതാണ്. ഒരു സ്ത്രീകളും പുരുഷന്മാരും ഒറ്റ സ്വരത്തിൽ ഇത്തരം ഒരുപാട് പഴഞ്ചൊല്ലുകളും ഒരുപാട് സൂത്രവാക്യങ്ങളും ഒരു സ്ത്രീയുടെ ജീവിതം സംബന്ധിച്ച് നൽകുകയാണ്. തീർച്ചയായും. അപ്പോൾ അതിലൊരെണ്ണമാണ് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ സ്ത്രീയെക്കുറിച്ചുള്ള അത്. പുരുഷന്മാരെ പോലെ ഇത്രയും കള്ളന്മാരും ഇത്രയും രഹസ്യം സൂക്ഷിക്കുന്നവരും ഇത്രയും മുഖങ്ങൾ ഉള്ളിലും പുറത്തും ഒക്കെ വയ്ക്കുന്നവരുമായിട്ട് വേറെ ആരുമില്ലെന്നാണ് എൻ്റെ പരിധി. അപ്പോൾ ഞാൻ പറയുന്നത് അത് പുരുഷൻ സ്ത്രീ എന്നുള്ള വ്യക്തികളല്ല. അപ്പോൾ ജോബിഷോ ഞാനോ എന്നുള്ളതല്ല അതിനകത്തെ പ്രശ്നം. അത് ഒരു അധികാര വ്യവസ്ഥയെ അടിച്ചേൽപ്പിക്കുന്ന ആളും അത് അനുഭവിക്കുന്ന ആളും തമ്മിലുള്ള വ്യത്യാസമാണ്. ഈ അധികാര വ്യവസ്ഥയുടെ ഗുണം പറ്റണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ ഒരുപാട് മുഖങ്ങൾ ഉണ്ടാവണം. അത് സ്ത്രീ ആ രംഗത്ത് വരുമ്പോഴും ആ പദവിയിലേക്ക് വരുമ്പോഴും അതൊക്കെ ഉണ്ടാവും. അതിന് സ്ത്രീ ആ പദവിയിലേക്ക് വരുമ്പോൾ അത് ഉൾക്കൊള്ളാൻ വയ്യാത്തത് കൊണ്ടാണ് അവൾ അധികാര സ്ഥാനത്തേക്ക് വരുന്നതിനെ നമ്മുടെ സമൂഹം അപ്പാടെ നിരോധിച്ചുകൊണ്ടേയിരിക്കുന്നത്, അതിന് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇത് പറഞ്ഞപ്പോഴാണ് നോവലിൽ ഒരു സന്ദർഭം കൂടി ഞാൻ ഓർമ്മിക്കുന്നത്. മാരുതി പ്രസാദ് അവരെ സ്പർശിച്ചപ്പോൾ ചേതന മല്ലിക് ഒരു കഴുത്തിലൊരു കുരുക്കിടുന്നുണ്ട്. പിന്നീട് പക്ഷേ ആ മാധ്യമ പ്രവർത്തകൻ വരുമ്പോൾ അവർ പറയുന്നുണ്ട്, സ്പർശനം ഞാനൊരു പക്ഷേ സഹിച്ചേക്കാം, പക്ഷെ അതീശത്വം ഞാൻ സഹിക്കില്ല. ഈ പുസ്തകത്തിന്റെ കൃത്യമായൊരു കീവേഡ് തന്നെ അതായിരുന്നു, അധീശത്വം എന്ന് പറഞ്ഞത്. ആർക്ക് മേൽ ആരുടെ അധീശത്വം എന്നുള്ളതാണ് ചോദ്യം. ഭരണകൂടത്തിന് പൗരന്റെ ജീവിതത്തിന്റെ മേലുള്ള അധീശത്വം, പൗരത്വത്തിന് മേലുള്ള അധീശത്വം, പുരുഷന് സ്ത്രീയുടെ മേലുള്ള അധീശത്വം, മേൽക്കോയ്മ ഉള്ളവന് അധികാര പദവിയുള്ളവന് അതില്ലാത്തവന് മേലുള്ള അധീശത്വം, അങ്ങനെ പലതരം അധീശത്വങ്ങളുടെ കഥ എങ്ങനെയാണ് നമ്മളെ വാർത്തെടുത്തിട്ടുള്ളത്, നമ്മുടെ മനോഭാവങ്ങളെ എങ്ങനെയാണ് എങ്ങനെയാണ് രൂപപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളത് ഇത് എഴുതുമ്പോൾ ഓരോ ഘട്ടത്തിലും ഞാൻ കൂടുതൽ തിരിച്ചറിയുകയായിരുന്നു. അപ്പം നമ്മളൊക്കെ രോഷം കൊണ്ട് തിളക്കുക എന്തൊരു തരം ഉച്ചനീചത്വങ്ങളുടെ, എന്തൊക്കെ തരം നീതികേടുകളുടെ, അനീതിയുടെ, എന്തൊക്കെ തരം ക്രൂരതകളുടെ ഇടയിൽ, ഹിംസകളുടെ ഇടയിലാണ് നമ്മളൊക്കെ ജനിച്ച് വളർന്ന് മരിച്ചു വീഴുന്നതെന്ന് തിരിച്ചറിയുമ്പോൾ ഈ പറഞ്ഞ വിദ്യാഭ്യാസത്തിൻ്റെയും ശാക്തീകരണത്തിൻ്റെയും ഒക്കെ അന്തരാർത്ഥം നമ്മളെ വല്ലാതെ എന്താ പറയണ്ടത്, ഒരുപാട് ചിന്തിക്കാൻ പ്രേരിപ്പിക്കും എന്നുള്ളതാണ്. ഇപ്പൊ പറഞ്ഞപ്പോഴാണ് ലാസ്റ്റ് കമന്റ് ഫീൽ ചെയ്തത് വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ടല്ല. ഒരു ചോദ്യത്തിന് എനിക്ക് ഉത്തരം പറയണം. അതായത് സ്ത്രീക്ക് അവളെ വേദനിപ്പിക്കുന്നവനെയും സ്നേഹിക്കാൻ കഴിയും. അപ്പോൾ കുറെ കാലം ഞാൻ എയറിലായിരുന്നു, ഇതാരോ എടുത്ത് പോസ്റ്ററാക്കി ഇട്ടു. ഇപ്പോൾ പകലാണ് KR മീര എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു പടവും വെച്ചിട്ട് ഒരു പോസ്റ്റർ വന്നാലും ആളുകൾ അത് ഷെയർ ചെയ്യുന്ന കാണാം. അപ്പോൾ ഇത് തമാശ എന്താ വെച്ചാൽ ഇത് ധാക്കുമ ഭുവനേശ്വരി ദേവി എന്ന ചേതനയുടെ മുത്തശ്ശി പറയുന്ന ഒരു ഡയലോഗാണ് പുസ്തകത്തിൽ. ഈ മുത്തശ്ശി 100 വയസ്സ് പിന്നിട്ട ഒരു സ്ത്രീ ആയിട്ടാണ് അതിൽ ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഈ മുത്തശ്ശിയുടെ ഒരു പ്രത്യേകത, ഈ മുത്തശ്ശി പാട്രിയാർക്കിയുടെ ഭാഗമായി നിന്ന് പാട്രിയാർക്കിയുടെ പിണിയാള ഒരേ സമയം അതിൻ്റെ അടിസ്ഥാനവും അതിൻ്റെ പോഷക നദിയുമായി നിന്ന് ജീവിക്കുന്ന ഒരാളാണ്. പാട്രിയാർക്കിയെ സമർത്ഥമായിട്ട് ഉപയോഗിക്കുന്ന സ്ത്രീകളെ നമ്മൾ എവിടെയും കാണാം. അയ്യോ, എനിക്ക് എൻ്റെ ഭർത്താവാണ് വലുത്, അദ്ദേഹം ഇല്ലാതെ ഞാൻ ജീവിക്കില്ല, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ മകനാണ് എൻ്റെ ഭാഗ്യം എന്നൊക്കെ പറയുന്ന സ്ത്രീകളെ എപ്പോഴും സൂക്ഷിക്കുക. അവരാണ് പാട്രിയാർക്കിയെ ആയുധമാക്കി അതുകൊണ്ട് ഏറ്റവും കൂടുതൽ അധികാരം പിടിച്ചു വരുന്നത്. കാരണം അധികാരം പിടിച്ചു പറ്റാൻ വേറെ മാർഗമൊന്നുമില്ല. ഇത് പിടിച്ചു പറ്റുന്ന ആളുകൾ നമ്മുടേതാണെന്ന് വരുത്തി തീർക്കുക മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. അപ്പം അങ്ങനെ ഈ മൈൻഡ് സെറ്റുള്ള ഒരു സ്ത്രീയുടെ
കാഴ്ചപ്പാടിൽ നിന്ന് അവർ പഠിച്ച പാഠമാണ് ഈ പറയുന്നത്. ഇതൊരു വളരെ സത്യസന്ധമായ ഒരു പരുവപ്പെടുത്തൽ കൂടിയാണ്. എല്ലാ സ്ഥലത്തും കേൾക്കുന്ന ഒരു സംഗതിയാണിത്. സ്ത്രീയുടെയും പുരുഷൻ്റെയും കാഴ്ചപ്പാടുകൾ തമ്മിൽ, സ്നേഹിക്കാനുള്ള കഴിവ് തമ്മിൽ, അല്ലെങ്കിൽ സ്നേഹത്തോടുള്ള സമീപനം തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. അത് അവരുടെ പ്രകൃതിദത്തമായ അല്ലെങ്കിൽ സഹജ സ്വഭാവമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം. ആ വിധത്തിൽ ഇത് രണ്ടായി തിരിക്കാനും സ്ത്രീക്ക് ചില അവസരങ്ങളും ചില അവകാശങ്ങൾ നിഷേധിക്കാനുമുള്ള ശ്രമം എല്ലാ കാലത്തും നടന്നു വരുന്നുണ്ട്. സ്ത്രീ അങ്ങനെയാണ്, അവൾ തുറന്നു വെച്ച ഭക്ഷണം പോലെ ആകരുത്. പക്ഷെ പുരുഷൻ അങ്ങനെ ആവാം. പുരുഷൻ അല്ല, അത് അത്തരം ചില കാര്യങ്ങളിൽ ഈ തരം ചിന്താഗതികൾ ഉണ്ടാകാൻ ഈ വിധത്തിലുള്ള ചില കാഴ്ചപ്പാടുകൾ തലമുറയായിട്ട് പങ്കുവെച്ച് വരുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രതികരണം മാത്രമായിരുന്നു അതിലുണ്ടായിരുന്നത്. ഇനിയും അത് എന്നെ എയറിലേക്ക് വിടുമ്പോൾ ഇത് ആലോചിക്കണം. ഇത് കാലാകാലങ്ങളായിട്ട് മുത്തശ്ശിമാർ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഇത് കെ ആർ മീര പറഞ്ഞതല്ല, സമൂഹം നമ്മളെ പഠിപ്പിക്കുന്നതാണ്. ഞാൻ അതിനെ പരിഹസിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. വേറെ നിലയിൽ നേരത്തെ പറഞ്ഞ വിദ്യാഭ്യാസം കൊണ്ട് മാത്രമല്ല ഒരാൾ ഇത്തരം ഒരു ആത്മബോധ്യങ്ങളിലേക്ക് എത്തുന്നത് എന്നുകൂടി നോവൽ പറഞ്ഞു വെക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിരുന്നു. കാരണം വിദ്യാഭ്യാസപരമായിട്ടോ നാം സാംസ്കാരിക മൂലധനം എന്ന് വിശേഷിപ്പിക്കുമെന്ന ഒരു കോട്ടിങ് എന്ന ഒരു അനുഭവത്തിൽ ജീവിക്കുന്ന ആളുകളല്ല ഈ കുടുംബമോ അല്ലെങ്കിൽ ചേതന മല്ലിക്കോ. പക്ഷെ അവർ വളരെ ഫിലോസഫിക്കലായി, വളരെ എന്താ പറയുക, വിദ്യാഭ്യാസമുള്ള ഒരാൾ സംസാരിക്കുന്നതിനേക്കാൾ ഉയർന്ന ബോധ്യത്തിനകത്തുനിന്നുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ ആദ്യം മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നത് ഇങ്ങനെ ഈ പെൺകുട്ടിയിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല എന്നും, അതേസമയം അച്ഛൻ സംസാരിക്കുമ്പോൾ പറയുന്നത് നിങ്ങളുടെ വിദ്യാഭ്യാസം എത്രയാണ്, നിരക്ഷരനായ ഒരാൾ ഇങ്ങനെ അപ്പോൾ പറയുന്നുണ്ട് ഇതാണ് നിങ്ങളുടെ കുഴപ്പം, വിദ്യാഭ്യാസം ചോദിക്കുന്നത്. ഞാൻ ഇംഗ്ലീഷ് പത്രം വായിക്കുന്ന ആളാണ്, എനിക്ക് അനുഭവങ്ങളുണ്ട് എന്ന്. അത് വേറെ തരത്തിലുള്ള ഒരു കൗണ്ടർ അല്ലെ, ഒരു ജ്ഞാന എന്താ പറയുക മണ്ഡലത്തെ തുറന്നുകൂടി വെക്കുകയാണ് എഴുത്തുകാരി എന്ന ഒരു തോന്നൽ ഈ നോവൽ ഉണ്ടാക്കുന്നുണ്ട്. അല്ല ജോബേഷ്, ഈ വിദ്യാഭ്യാസം നമ്മളെ പരിശീലിപ്പിക്കുന്നത് എന്താണ്? സമൂഹത്തിന് പറ്റിയ വാർപ്പ് മാതൃകയായി അഭിനയിക്കാനാണ്. ഈ വിദ്യാഭ്യാസത്തിൽ ഉടനീളം സ്കൂൾ ക്ലാസ്സിൽ, കോളേജ് ക്ലാസ്സിൽ, യൂണിവേഴ്സിറ്റികളിൽ ഇപ്പം നോക്കി എത്രയോ കുട്ടികൾ രാത്രിയും ലൈബ്രറി തുറന്നു കിട്ടണമെന്ന് പറഞ്ഞ് സമരം ചെയ്യുന്നു. അത് നിഷേധിക്കുന്ന പ്രിൻസിപ്പൽ പറയുന്നത് എന്താണ്? നിങ്ങളുടെ സംരക്ഷണം കരുതിയാണ് ഞാനത് സമ്മതിക്കാത്തത്. ഈ വിധത്തിൽ ഏതെല്ലാം രീതിയിൽ നിങ്ങൾ പരിമപ്പെടുത്തിയാണ് ഈ കൊണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് വിദ്യാഭ്യാസം ഇല്ലാത്ത സ്ത്രീകൾക്കാണ് ഒരുപക്ഷെ അവരവരുടെ അവകാശങ്ങളെ, ബേസിക് ഹ്യൂമൻ റൈറ്റ്സിനെ പറ്റി കൂടുതൽ അവബോധവും അത് പിടിച്ചു വാങ്ങാനുള്ള ആർജവവും ഉള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും സമീപകാല കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമരങ്ങളിൽ നിന്നൊക്കെ നമുക്കത് ബോധ്യമാവുകയും ചെയ്യും. എല്ലാ സമരങ്ങളും, ഇതുവരെ ജയിച്ചിട്ടുള്ള എല്ലാ സമരങ്ങളും എടുക്കുക, അതിൽ സ്ത്രീകൾ നയിച്ച സമരങ്ങളെ അന്ത്യം വരെ അവർ നിന്നിട്ട് പോരാടുള്ളൂ. പുരുഷന്മാരെപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒത്തുതീർപ്പിന് വഴങ്ങി അവർക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ കിട്ടുന്നതിന് പോകും. നമ്മുടെ ഈ സെഷൻ വളരെ ഇതായിട്ട് പോകുന്നു. ഇനി ഓഡിയൻസിനുള്ള അവസരമാണ്. സംസാരിക്കുന്ന ആൾ വളരെ വിശദീകരണങ്ങളില്ലാതെ ക്വസ്റ്റ്യൻ പോയിന്റിൽ ഫോക്കസ് ചെയ്ത് നമുക്ക് ഒരുപാട് ആളുകൾക്കുള്ള അവസരം ആയിട്ട് ഈ സന്ദർഭത്തെ ഉപയോഗിക്കണം.